ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ മാസം എന്തുകൊണ്ട് നല്ലൊരു മാസമായിരുന്നു. 2-ാം തീയതി മുതൽ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയതാണ്. ഇവിടെ നിന്നത് ചിപ്സ് കയറ്റിക്കൊണ്ടിരിക്കുന്ന ആള് കുറച്ച് ദിവസം തൈക്കാട് അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞു ഞാൻ പിന്നെ 2-3 ദിവസം ഈ കാട്ടാക്കട മെഡിസിറ്റിയിൽ ഉണ്ടായിരുന്നു. പിന്നെ മണിയറോള ഹോസ്പിറ്റലിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലിനിക്കിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പൊക്കെ ഇട്ട് മൊത്തത്തിൽ സീനായിരുന്നു. അതിനുശേഷമാണ് പതുക്കെ നമ്മുടെ പിള്ളയ്ക്കും കൂടെ വന്നത്. രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 102, 103 പനി. ഇതിലോട്ട് എത്ര മരുന്ന് കൊടുത്താലും കുറയത്തില്ല. അങ്ങനെ 3, 4, 5, 5-6 ദിവസമായിട്ട് കണ്ടിന്യൂസ് ഇത് തന്നെ. രാവിലെ ആകുമ്പോൾ കുഴപ്പമില്ല, രാത്രി ആകുമ്പോൾ പനിയായിരുന്നു. ഇത് എവിടെ നിന്ന് വണ്ടിയും പിടിച്ച് പറഞ്ഞത് ഒരു പിടുത്തം ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഒടുവിൽ കുറെ സ്ഥലത്തൊക്കെ കാണിച്ചു കേട്ടോ. പിന്നെ കുറയുന്നില്ല. എത്ര മരുന്ന് കൊടുത്തിട്ടും ഇനി കൊടുക്കാൻ മരുന്നുകളും ഇല്ല. ബാക്കി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിനകത്ത് അതിനകത്ത് വേറെ വലിയ കുഴപ്പവും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ചെയ്തില്ല. പിന്നെ ഇങ്ങനെ നടന്നപ്പോൾ പിന്നീടാണ് പെട്ടെന്ന് രാത്രി 103 കൂടുതലായി. പനി, നല്ല ടെമ്പറേച്ചറൊക്കെ ആയി. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മുടെ കാട്ടാക്കട മെഡിസിറ്റിയിൽ അന്ന് വന്ന സമയത്ത് നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ഇതിപ്പം 4-ാമത്തെ ദിവസം. അപ്പം ഇന്ന് ഡിസ്ചാർജ് ആവും. അപ്പം എന്താ കയ്യില് ഒരു കാര്യം കാണിച്ചു, കൈ കണ്ടില്ലേ, വലിയ ചട്ടുകൊക്കെ, ദോശ ചട്ടുകൊക്കെ ഉണ്ട് കയ്യില്. കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ആള് ഫുള്ള് ഫോണിലൊക്കെ കണ്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയും ഇതൊക്കെ തന്നെ കേട്ടോ. നമ്മൾ പക്ഷെ സ്റ്റാർട്ട് ചെയ്തത് ഇതിലൊന്നുമല്ല. 2-ാം തീയതി ഒരു ചിക്കൻ ഫ്രൈ പീസ് കഴിച്ചത് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് വൊമിറ്റിങ് തുടങ്ങി. വൊമിറ്റിങ്ങിൽ തുടങ്ങി. പിന്നെ പനിയായി. പിന്നെ അഡ്മിറ്റ് ആയി. എനിക്ക് ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ ആ ഒരു ചെറിയൊരു ഹോട്ടലാണ്. ഞാൻ അതിലേക്ക് പിന്നെ ഫുഡ് ഇൻസ്പെക്ടറിന് കംപ്ലൈന്റ് കൊടുത്ത്, ഹെൽത്തിൽ കംപ്ലൈന്റ് കൊടുത്ത്, വേറെ പ്രത്യേകിച്ച് കാര്യം അവിടെ നിന്ന് പിന്നെ വിളിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ അല്ലാതെ വേറെ വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. 2-3 ദിവസം പിന്നെ 2 ഭയങ്കര വിളിയായിരുന്നു. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ, അതായത് നമ്മുടെ മലയങ്കിലാണ് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറിന് പരാതി കൊടുത്തത്. എൻ്റെ വീട് ലൊക്കേഷൻ വിളവുറുക്കൽ എന്ന് പറഞ്ഞൊരു ലൊക്കേഷനാണ്. അപ്പം അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക, ആദ്യം അവിടുത്തെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടുത്തെ നേഴ്സ് സ്ഥിരമായിട്ട് വിളിക്കും കേട്ടോ. എങ്ങനെയുണ്ട് മോക്ക്, എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഇതിൽ നിന്നൊക്കെ ഇത്രത്തോളം ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കുന്ന കാര്യങ്ങൾക്ക് അത്രത്തോളം പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവർ ഭയങ്കര ഇതൊക്കെ എന്താ പറയുക, കെയറിങ് പോലെ വീട്ടിലൊക്കെ വന്ന് എന്താ പറയുക ORS ലൈനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊണ്ടായിരുന്നു കേട്ടോ. നല്ല പേര് ഞാൻ മറന്നുപോയി. എന്ത് ശ്രീജിയായിരുന്നു, ലീലയെന്നോ അങ്ങനെ എന്തായിരുന്നു. ബിന്ദു എന്നായിരുന്നു കേട്ടോ. നല്ലൊരു സിസ്റ്റർ ആയിരുന്നു കേട്ടോ അത്. പിന്നെ അവിടുത്തെ ഹോട്ടലിനെതിരെ വേറെ വലിയ നടപടിയൊന്നും എടുത്തില്ല. പിന്നെ വേറൊരു കാര്യം, പുറത്തിറങ്ങി ചെയ്യാൻ വല്ല ഗ്യാപ്പും വേണ്ടേ, ഒട്ടും വയ്യായിരുന്നു. എനിക്ക് തോന്നുന്നത് 2-ാം തീയതി തുടങ്ങി. 2-ാം തീയതി നൈറ്റ് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കുഴപ്പമില്ലാതായത് 15-ാം തീയതി മുതലൊക്കെ ഇപ്പോഴാണ് ഒന്ന് നേരെ നിൽക്കാനെങ്കിലും തുടങ്ങിയത്. അപ്പോഴേക്കും അടുത്ത മോക്ക് അതിൻ്റെ കടയിൽ വയ്യാത്തത് കൊണ്ട് പിന്നെ മൊത്തത്തിൽ അലച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ 4 ദിവസം ഇപ്പം കുഴപ്പമില്ല, ആള് ഓക്കെ ആയി. ഇനി ഡിസ്ചാർജിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വരും. ഇനിയിപ്പം ബില്ലും നെടുനീളത്തിന് വരും. എനിക്കൊന്ന് 10-20-25 രൂപ ആവുമെന്നാണ് തോന്നുന്നത്. പിന്നെ വേറെ കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ചേട്ടൻ നമ്മുടെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് തന്നെ ഇടയ്ക്കായിട്ട് നിർബന്ധിച്ച് എടുത്തതാണ്. പൈസ എല്ലാത്തിനും നിങ്ങൾക്ക് ചിലവഴിക്കാനൊക്കെ, ട്രാവൽ ചെയ്യാനും എല്ലാത്തിനും പൈസ ഉണ്ടല്ല, ഒരു ഹെൽത്ത് ഇൻഷുറൻസും കൂടെ എടുക്കണമെന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കണ ഈ 3 പേരെയും കൂടെ, അതെ എന്നെയും കൂടെ ചേർത്ത് 3 പേർക്കും കൂടെ ഇൻഷുറൻസ് എടുത്ത കേട്ടോ. പിന്നെ പ്രഗ്നൻസി അത് കവർ ആവത്തില്ല. അതിന് നമുക്ക് നേരത്തെ എടുക്കണമെങ്കിൽ അതിന് ലോക്കിംഗ് പീരീഡ് ഒക്കെ ഉണ്ട് കേട്ടോ. 2 വർഷം, ചില ഇൻഷുറൻസുകൾക്ക് 1.5 വർഷം ലോക്കിംഗ് പീരീഡ് ഒക്കെ ഉണ്ട്. നമ്മളെന്തെങ്കിലും സ്വിച്ച് ഇടുമ്പോഴാണ് ഗർഭം ഉണ്ടാവുന്നത്, അല്ലല്ല. അതുകൊണ്ട് അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവില്ല. അല്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാലൊക്കെ ഫുള്ളും കവറപ്പ് ആവും. നമുക്ക് വേറെ വലിയ ടെൻഷനൊന്നും വേണ്ട. ധൈര്യമായിട്ട് ആ ലിസ്റ്റിനകത്തുള്ള ഹോസ്പിറ്റലിൽ ഏത് വേണോ നമുക്ക് കൊണ്ട് കാണിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് എടുക്കണം. നമുക്ക് എന്താ പറയുക, എനിക്കൊന്ന് ബേസിക് ആയിട്ട് നമുക്കൊരു
ബിലോ 30 ഏജ് ഒക്കെ ആണെങ്കിൽ ഒരു 25, 28 ആ ഒരു റേഞ്ചൊക്കെയാണ് നമ്മളൊരു ഏജ് വരുന്നതെങ്കിൽ ഇൻഷുറൻസ് എന്തായാലും ഒരു 14, 15 ആ ഒരു റേഞ്ച് മാത്രമേ വരത്തുള്ളൂ. ഒരു 16,000 രൂപയ്ക്ക് വരത്തുള്ളൂ ഒരു വർഷത്തേക്ക്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ഇൻഷുറൻസുകളൊക്കെ നോക്കി എടുക്കുക. ഒരുവിധം എല്ലാ റൂമും ബാക്കി കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുന്നത് നോക്കി എടുക്കുക. അത് നല്ലതായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പെട്ടെന്നൊരു എമർജൻസി വരുമ്പോൾ ഇപ്പം എന്താ പറയുക, ആക്സിഡന്റ് ആയി വേറെ പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് എപ്പോഴും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം പ്രൈവറ്റിൽ പോകുമ്പോൾ അതിൻ്റെതായ എമൗണ്ടും ആവും. നമുക്കപ്പം പെട്ടെന്ന് നമുക്ക് ചില സമയങ്ങളിൽ എന്താ പറയാ പൈസയൊന്നും കാണത്തില്ലേ, വലിയ കഷ്ടപ്പാടായിരിക്കും. ആ സമയത്തൊക്കെ ആയിരിക്കും ഈ എന്താ ഇരുത്തി പോലെ ഒന്നിന് പറയും ഒന്നായിട്ട് ഓരോരോ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇതുപോലെയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ടെൻഷൻ ഇല്ല. നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ വേണം, നമുക്ക് എന്താ പറയാ, നമ്മളെ മോക്കൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ ഞാനൊക്കെ ആണെങ്കിൽ വേറെ വല്ല ഗവൺമെന്റിലേക്ക് പോകത്തുള്ളൂ. ആദ്യം മോക്കൊക്കെ ആകുമ്പോൾ പിന്നെ ഗവൺമെന്റിൽ പോയിട്ടും കുറഞ്ഞില്ലെങ്കിൽ പിന്നെ മാക്സിമം നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താലല്ലേ ആള് ഉഷാറായിട്ട് വരത്തുള്ളൂ. ആൾക്ക് 3.5 വയസ്സായതുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ കൈ അടയ്ക്കുന്ന ഒരു മിനിറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ. അപ്പം ഇൻഷുറൻസ് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കണം. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ബാക്കി ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം ബാക്കി എമൗണ്ടും ബാക്കി കാര്യങ്ങളും എത്രയാണെന്നൊക്കെയുള്ള ഇൻഷുറൻസ് ക്ലെയിമും ചെറിയ ഡീറ്റെയിൽസും കൂടെ ഞാൻ പറഞ്ഞില്ല കേട്ടോ. അപ്പം വേറെ ഒന്നുമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ ചാനലിൽ വേറെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എടുത്ത് ഇടാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ വയ്യ. ഞാൻ ഒന്നാമത് വെയിറ്റ് കുറവാണ്. അതിൻ്റെ കൂടെ എനിക്കിപ്പം ഈ ഒരു മാസം ഒരു 18 ദിവസം കൊണ്ട് എനിക്ക് 5 കിലോ എന്തോ കുറഞ്ഞു. ഈ അസുഖക്കേടും എല്ലാം മൊത്തത്തിൽ. അയ്യോ 5 മിനിറ്റ് ഈ വീഡിയോ എടുക്കുന്ന സമയം ഇത്രയും സമയം ഈ കൈ എന്താ വീഡിയോ എടുത്തപ്പോഴേക്ക് കൈ എന്താ വല്ലാത്തൊരു വേദന. ഇതുവരെ ഇല്ലല്ലോ ഇങ്ങനത്തെ വേദനയൊന്നും. ആവശ്യമാണ് കേട്ടോ. പക്ഷെ അതുകൊണ്ട് വീഡിയോ പിന്നെ എന്താ പറയാ, വീഡിയോ കൊണ്ട് പഴയ ഉള്ള വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫുഡിൻ്റെ ഒക്കെ ഇനി പതുക്കെ ഒന്ന് കുറയ്ക്കണം. കാരണം ഞാൻ കൂടുതൽ ഈ ചോക്ലേറ്റ് അത് ഇതൊക്കെ കൂടുതലും കഴിക്കുന്നത്. അപ്പം ഷുഗറൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തു, വേറെ കുഴപ്പമൊന്നുമില്ല. നീ ഇത് എപ്പോഴാണ് ഇതൊക്കെ കയറി കൂടുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പതുക്കെ കുറച്ചും കൂടെ എന്താ മധുരം കുറച്ചിട്ട് കുറച്ച് അല്ലാതെ ഫുഡ് ഐറ്റംസിലും കുറച്ച് ട്രാവൽ ബാക്കി കാര്യങ്ങളോടൊക്കെയാണ് ഇനി പോകാനുള്ളൊരു പ്ലാന്. ഈ മാസം എന്തായാലും കയ്യിൽ നിന്ന് പോയി ഡിസ്ചാർജ് ഒക്കെ ആയതിനു ശേഷം നമുക്ക് കാണാം. ചുമ്പടി ടാറ്റ പറഞ്ഞേ. ബൈ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.